ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൽ 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിശോധിക്കുവാൻ ഇടയായത്. പുതിയ യെരുശലേം നഗരത്തിൽ അഥവാ പുതിയ ആകാശത്തിലും ഭൂമിയിലും എത്തുന്ന പൗരന്മാരുടെ സവിശേഷതകളാണ് നാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് അവർ ദൈവത്തിൻ്റെ ജനം, ദേ ആർ ഗോഡ്സ് പീപ്പിൾ എന്നുള്ള കാര്യമാണ്. 3-4 വാക്യങ്ങളിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഈ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ട് ചിന്തിച്ചത്. സ്വർഗീയ പൗരന്മാർക്ക് മറ്റ് 2 സവിശേഷതകൾ കൂടി ഉള്ളതായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിലൊന്നാമത്തേത് അവർ സംതൃപ്തരായിരിക്കുമെന്നുള്ളതും, രണ്ടാമത്തേത് അവർ ജയാളികൾ, അല്ലെങ്കിൽ 2, 3 എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത് ദൈവജനം, രണ്ടാമത് സംതൃപ്തരായൊരു കൂട്ടം ആളുകൾ, മൂന്നാമത് ജയാളികൾ. സംതൃപ്തരും ജയാളികളും എന്നുള്ള കാര്യമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്, സിറ്റിസൻസ് ഓഫ് ഹെവൻ ആർ എ സാറ്റിസ്ഫൈഡ് പീപ്പിൾ. സ്വർഗീയ പൗരന്മാർ അല്ലെങ്കിൽ പുതിയ യെരുശലേമിൽ എത്തുന്ന ആളുകൾ സംതൃപ്തരായിട്ടുള്ളൊരു കൂട്ടം ആളുകളാണ്. അതുപോലെ തന്നെ അവർ ജയാളികളുമായിരിക്കും. സംതൃപ്തർ എന്നുള്ള കാര്യം ചിന്തിക്കുന്നതിന് 6-ാം വാക്യം നമുക്ക് വായിക്കാം. 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഓമേഘയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഈ വാക്യത്തിനകത്ത് സംതൃപ്തി എന്നുള്ള പദം കണ്ടില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അപ്പോൾ ദാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, സംതൃപ്തമായൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കും. കാരണം ഇവർ ഈ ലോകത്തിലെ ജീവിതത്തിൽ എങ്ങനെയുള്ള ആളുകളായിരുന്നു? സംതൃപ്തരായിരുന്നു, അസംതൃപ്തരായിരുന്നില്ല. നാം ആധുനിക സാംസ്കാരിക ജീവിതത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ഇന്ന് ആധുനികമായിട്ടുള്ള പല പട്ടണങ്ങളിലും ജീവിക്കുന്നവർക്ക് ജലലഭ്യത ഒരു വലിയ പ്രശ്നമാണ്. പണ്ട് മുതൽ തന്നെ ഈ ആവാസ കേന്ദ്രങ്ങളെല്ലാം ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നദീതടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാമല്ലോ. നദീതട സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അന്നും ഇന്നും എല്ലാം മനുഷ്യജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ജലലഭ്യത എന്ന് പറയുന്നത്. എന്നാൽ നാഗരികത വന്ന ഈ കാലഘട്ടത്തിൽ പട്ടണങ്ങളിലൊക്കെ ജലലഭ്യത ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഒരുപക്ഷെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഇതൊരു പ്രശ്നം ആയിരിക്കുകയില്ല. ഏതായാലും യോഹന്നാൻ അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജലലഭ്യത ഒരു വലിയ ആവശ്യം തന്നെ ആയിരുന്നു. ചിന്തിക്കുക, റോമാ സാമ്രാജ്യത്തിൻ്റെ ഖനികളിൽ പണിയെടുക്കേണ്ടി വന്ന യോഹന്നാൻ ദാഹം എന്തെന്ന് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പീഡനം അനുഭവിച്ചിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും വിശപ്പും ദാഹവും നന്നേ അറിഞ്ഞവരാണ്. കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളവരൊക്കെ എന്തറിഞ്ഞിട്ടുണ്ട്? വിശപ്പറിഞ്ഞിട്ടുണ്ട്, ദാഹം അറിഞ്ഞിട്ടുണ്ട്. ചിലർ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും, ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇതുണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതൊന്നും ഞങ്ങളെ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പ്രാപ്തിയുള്ളതല്ല. അപ്പോൾ കഷ്ടതയും പട്ടിണിയും, പൗലോസിൻ്റെ കഷ്ടതയുടെ പട്ടിക നിങ്ങൾ എടുത്തു നോക്കിയാൽ പലവട്ടം പട്ടിണി, പൈതാഹം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ദൈവഭക്തന്മാരായിട്ട് വിശുദ്ധന്മാരായിട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവർ പലപ്പോഴും എന്തനുഭവിക്കേണ്ടി വരും? വിശപ്പും ദാഹവും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അതൊരു വാഗ്ദത്തമാണ്. വിശുദ്ധന്മാർക്ക് വളരെ ആശ്വാസം പകരുന്നൊരു വാഗ്ദാനമാണ് കർത്താവ് കൊടുത്തത് യോഹന്നാൻ വഴി എന്ന് അറിയണം. അവർ ആ വാഗ്ദാനവുമായിട്ട് പെട്ടെന്ന് തന്നെ ഐകമത്യപ്പെട്ട് കാണും. കാരണം അവരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു അവരുടെ വിശപ്പും ദാഹവും ശമിക്കുക എന്നുള്ളത്. സൗജന്യമായ സമൃദ്ധമായ ജീവജല ലഭ്യത സകലർക്കും വാഗ്ദാനം ചെയ്തപ്പോൾ അവർക്കുണ്ടായ സംതൃപ്തിയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ജലം ലഭിക്കും, ഞാൻ സൗജന്യമായിട്ട് ജീവജലം തരുമെന്ന് പറഞ്ഞപ്പോൾ ദൈവജനത്തിനുണ്ടായ സംതൃപ്തി. ദൈവജനം ബുദ്ധിമുട്ടിൻ്റെയും പീഡനത്തിൻ്റെയും നടുവിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ വിശന്നു, ദാഹിച്ചു, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച സാധനങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതുകൊണ്ട് അസംതൃപ്തരായിരുന്നു എന്ന് കരുതരുത്. അവർ ആ സാഹചര്യങ്ങളിലൊക്കെ സംതൃപ്തരായിരുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ
നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. അവർ മറ്റേ ആളുകളെപ്പോലെ പല സൗകര്യങ്ങളും ഇല്ലാത്തവരാണ്. സാമ്പത്തിക ശേഷിയില്ല, അവരൊരു പക്ഷേ ടൂർ പോകുന്നുണ്ടാകുകയില്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവർ ആഡംബരങ്ങളിൽ സുഖലോലുപരായിട്ട് ജീവിക്കുന്നുണ്ടാകുകയില്ല. അവരുടെ മക്കളുമൊക്കെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അനേകർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടാകാം. പക്ഷെ അതവരെ അസംതൃപ്തരാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ഇന്ന് നമ്മൾ ദൈവമക്കളെ നോക്കുകയാണെങ്കിൽ, ദൈവമക്കൾ ഇൻവേർട്ടർ കൊമ്മയിൽ കേട്ടോ, ദൈവമക്കളെന്ന് പറയുന്നവരെ നോക്കുകയാണെങ്കിൽ അവർ അസംതൃപ്തരാണ്. അതുകൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ ഇത്ര പ്രചരിക്കുന്നത്. കാരണം സമൃദ്ധി, എന്ത് സമൃദ്ധി? ഭൗതിക സമൃദ്ധി, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കണ്ണുനീര് തുടയ്ക്കുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾ ഓടിക്കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ അസംതൃപ്തരാണെന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? സംതൃപ്തിയുള്ളവരാണെങ്കിൽ ഇതൊന്നും അവരെ ആകർഷിക്കുകയല്ല. എനിക്കെൻ്റെ കർത്താവ് മതി, അവൻ എല്ലാറ്റിനും മതിയായവനാണ്, അവൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ അവരെ തികച്ചും സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്ന ആളുകൾ ആയിരിക്കും. 104 സങ്കീർത്തനത്തിൽ നിന്ന് അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടാകും. ആ സങ്കീർത്തനത്തിൽ തന്നെ 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ എന്നൊരു വാക്യമുണ്ട്. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. ഈ വൈൽഡ് ഗ്രോയിങ് അല്ല, ദൈവം നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ദൈവസഭകളിലൊക്കെ ഒരുപാട് കളകൾ വൈൽഡ് ഗ്രോയിങ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവർ എന്താകുന്നത്? അസംതൃപ്തരാകുന്നത്. എന്നാൽ ദൈവം നട്ടിട്ടുള്ള വൃക്ഷങ്ങൾ ആറ്റരികത്താണ് നട്ടിരിക്കുന്നത്. അവർക്ക് തക്ക സമയത്ത് ആവശ്യത്തിനുള്ള ജലലഭ്യത ഉള്ളതുകൊണ്ട് അവർ അസംതൃപ്തരാകുന്നില്ല. അവർക്ക് ഒരുപക്ഷെ ഭൗതിക നന്മകളും ഭൗതിക സാഹചര്യങ്ങളൊക്കെ കുറവായിരിക്കാം. എന്നാൽ നമ്മിപ്പോൾ വായിച്ചു കേട്ടതുപോലെ യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. നമ്മളൊക്കെ അവൻ നട്ടിട്ടുള്ള ആളുകളാണോ അതോ വെറുതെ അവിടെ ഇവിടെ മുളച്ചു വന്നവരാണോ എന്നൊന്ന് പരിശോധിക്കണമെന്ന് മനസ്സിലായി. അവൻ നട്ടിട്ടുള്ളവരാണെങ്കിൽ സംതൃപ്തരായിരിക്കും. 104 സങ്കീർത്തനം 16 വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. പൗലോസും മറ്റും പീഡനത്തിൽ കൂടി കടന്നുപോയെന്നും പട്ടിണിയും പൈതാഹവും അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അന്നേരം അവർ സംതൃപ്തരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ. ഫിലിപ്പിയ ലേഖനം 4 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംതൃപ്തനായിരിക്കുവാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ എല്ലാ സുഖലോലുപതയും അനുഭവിച്ച് ജീവിച്ചിട്ട് ഞാൻ അസംതൃപ്തനാണെന്ന് പറയുകയല്ല വേണ്ടത്. കഷ്ടതകളുടെ നടുവിൽ സംതൃപ്തനായിട്ടിരിക്കുവാനായിട്ട് ഞാൻ ശീലിച്ചിരിക്കുന്നു. ഐ ഹാവ് ലേൺഡ്, ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം. താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. സമൃദ്ധിയിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഇരിക്കുവാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇറ്റ്സ് മൈ ലേണിംഗ്. ഐ ഹാവ് ലേൺഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ദൈവമക്കൾ ഇതൊക്കെ പഠിക്കണം. ഏത് സാഹചര്യത്തിലും ഞാൻ 5 സ്റ്റാറിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ, എനിക്ക് AC വേണം എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല. എല്ലാം ശീലിക്കണം, അല്ലേ? അങ്ങനെ ഒരാൾക്ക് മാത്രമേ ദൈവവേല ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ ലൗകിക സുഖങ്ങളിലേക്ക് മാറിപ്പോകുന്നതാണ്. ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമക്കൾക്ക് ഈ ഒരു ശീലം വേണം. അപ്പോൾ ഇങ്ങനെ പീഡനത്തിൽ കൂടി കടന്നുപോയ ആളുകൾ തികഞ്ഞ സംതൃപ്തിയിൽ ജീവിച്ചതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അവരെ എൻ്റെ ജനമായിട്ട് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും സ്വീകരിക്കും. കാരണം അവർ സംതൃപ്തരാണ്. അസംതൃപ്തരായ ആളുകൾ നിത്യതയിലേക്കല്ല പോകുന്നതെന്ന് അറിഞ്ഞോണം കേട്ടോ. അതുകൊണ്ട് ഈ അസംതൃപ്തരായിട്ട് മെഗാ സ്ഥലങ്ങളിലൊക്കെ തടിച്ചു കൂടിയിട്ട് ഞങ്ങൾക്ക് ഇനിയും വേണം, പോരട്ടെ, തരിക എന്ന് പറയുന്ന ആളുകൾ, എന്ത് തരിക? ഭൗതിക നന്മകൾ തരിക എന്ന് പറയുന്നവർ ഇവിടെ തന്നെ അവരുടെ നന്മകളൊക്കെ അനുഭവിക്കുന്നു. അവർ അസംതൃപ്തരാണ്. അവർക്ക് നിത്യതയിൽ സ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ഏതവസ്ഥയിലും സംതൃപ്തരായിരിക്കുന്ന ആളുകളെയാണ് ദൈവത്തിൻ്റെ ജനമായിട്ട് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ചേർക്കുന്നത് എന്ന് തികഞ്ഞ സംതൃപ്തി നമുക്ക് ആവശ്യമാണ്. മുമ്പോട്ട് പോകാം. മൂന്നാമതായിട്ട് 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗീയ പൗരന്മാർ ജയാളികളായിരിക്കും എന്നും കൂടെ നാം കാണുന്നു. അവർ ദൈവത്തിൻ്റെ ജനമാണ്, അവർ സംതൃപ്തരാണ്. മൂന്നാമത് ഹെവൻലി സിറ്റിസൻസ് ആർ
ആൻ ഓവർകമ്മിങ് പീപ്പിൾ. അവർ ജയാളികളാണ്. 7-8 വാക്യങ്ങൾ വായിക്കാം. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. തുടങ്ങുന്നതിനെ ജയിക്കുന്നവനെന്ന് പറഞ്ഞിട്ടാ വായിച്ചാട്ടെ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം. വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഇപ്പോൾ മനസ്സിലേക്ക് വരണം. ബി വിക്ടോറിയസ്, ബി ഓവർകമേഴ്സ്, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ചിന്ത ജയിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഹീ ദാറ്റ് ഓവർകമത്ത്. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ സഭകളോടും കർത്താവ് പറഞ്ഞല്ലോ ജയിക്കുന്നവന്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 11-ാം വാക്യം, 17-ാം വാക്യം, 26-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 5, 12, 21 ഈ വാക്യങ്ങൾ നോക്കിയാൽ ഓരോ സഭകളോട് ദൂത് അറിയിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ജയിക്കുന്നവന്, ജയിക്കുന്നവന്. ഓർമ്മയുണ്ടോ? ഈ വാക്യങ്ങളിൽ 7 സഭകളോടും കർത്താവ് പറഞ്ഞത് ജയിക്കുന്നവന് എന്നാണ്. കൂടാതെ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഓർമ്മയുണ്ടോ? വെളിപ്പാട് 12:11. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും വായിച്ചാട്ടെ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ജയിച്ചു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജയാളികൾക്ക് ഈ പുസ്തകത്തിൻ്റെ ചിന്തയാണത്. സഭകളിലുള്ളവർ വ്യക്തികളായും ഗ്രൂപ്പായിട്ടും ഒക്കെ ജയിക്കുന്നവർ ആയിരിക്കണം. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ യഥാർത്ഥ വിശ്വാസികളും ജയാളികളായിരിക്കണം. 5-ാം അധ്യായം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പം ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലും എനിക്ക് തോന്നുന്ന പരിചയ കൂടുതൽ കൊണ്ട് എല്ലാം ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയാൻ പാടില്ല. വായിച്ച വാക്യം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ വാക്യത്തിൽ പറയുന്നത് ആത്മീയമായിട്ടുള്ള ഔന്നത്യം പാലിക്കുന്ന ആളുകൾ എന്നല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ആത്മീയ ഔന്നത്യം പാലിക്കുന്ന എന്നല്ലായിരുന്നല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒക്കെയും, അങ്ങനല്ലേ കണ്ടത്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥ ദൈവമക്കൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ സംതൃപ്തിയുള്ള ആളായിരിക്കും, ദൈവത്തിൻ്റെ ജനമായിരിക്കും, ജയാളികളുമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ അസംതൃപ്തനാണ്, എനിക്ക് ഒന്നിനെയും ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചോ, അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചത്, അങ്ങനെയല്ലായിരുന്ന വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും അല്ലെങ്കിൽ ജനിച്ചവരൊക്കെയും എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. എവ്രി വൺ ദാറ്റ് ഈസ് ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ച എല്ലാവരും ലോകത്തെ ജയിക്കുന്നു. അങ്ങനെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചോ എന്ന് പരിശോധിക്കണമെന്ന്. ജനിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമുക്ക് അവസരമുണ്ട്. നമുക്ക് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവസരമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദൈവമക്കളും ജയിച്ച് ദൈവം നൽകുന്ന അവകാശങ്ങൾ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ആളുകൾ ലോകത്തെ ജയിക്കുന്നവരായിരിക്കണം, സംതൃപ്തരായിരിക്കണം, അവനോട് ചേർന്നിരിക്കുന്ന അവൻ്റെ ജനം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാനൊരു പ്രത്യേക സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു സുവിശേഷകൻ്റെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ 1871 അമേരിക്കയിലെ ചിക്കാഗോ പട്ടണത്തിൽ ഒരു വൻ തീപിടുത്തമുണ്ടായി. ദ ഗ്രേറ്റ് ഫയർ ഓഫ് ചിക്കാഗോ എന്നാണ് അത് അറിയപ്പെടുന്നത്. 1871 ഈ കാലഘട്ടത്തിൽ ഈ പട്ടണത്തിൽ സുപ്രസിദ്ധനായ സുവിശേഷകനായിട്ട് ഇരുന്നയാളാണ് D.L. മൂഡി. മൂഡിയെ പലർക്കും പരിചയം കാണുമല്ലോ. അദ്ദേഹം താമസിച്ചിരുന്ന വീടും അന്ന് അഗ്നിക്ക് ഇരയായി. തീയെല്ലാം ശമിച്ച ശേഷം, സാധാരണ നമ്മുടെ വീടൊക്കെ തീ, പ്രളയം ഇതിനൊക്കെ അകപ്പെടുമ്പോൾ നമ്മളവിടെ നിന്ന് ഓടിപ്പോവും. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വീടിന് എന്താ സംഭവിച്ചതെന്നുള്ളത് കാണാനായിട്ട് മടങ്ങി വന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കി എന്താ ഉള്ളതെന്നൊക്കെ പരിശോധിക്കാറുണ്ട്. അങ്ങനെ പോകുന്നത് സ്വാഭാവികമാണ്. സുവിശേഷകനായ മൂഡിയും ഒരു സാധാരണ മനുഷ്യനും കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഈ കത്തി നശിച്ച വീടിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട് പോയി. അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു സ്നേഹിതൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കുള്ളതെല്ലാം
നഷ്ടമായി നശിച്ചുപോയി അല്ലേ, ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മൂഡിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: സുഹൃത്തെ, താങ്കൾ കേട്ടത് ശരിയല്ല. എനിക്കുള്ളതെല്ലാം നശിച്ചുപോയി എന്ന് നിങ്ങൾ കേട്ടത് ശരിയല്ല. എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ കൂടുതലാണ് അവശേഷിക്കുന്നത്. നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം അവശേഷിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടത് നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണുന്ന കാര്യമാണ്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ മൂഡിയുടെ സുഹൃത്തിനൊന്നും മനസ്സിലായില്ല. കാരണം അദ്ദേഹം ചിന്തിച്ചത് വീട് കത്തി നശിച്ചു പോയാൽ അതിൻ്റെ കൂടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പോയി, ഇനി ഒന്നേന്ന് തുടങ്ങണം. നമ്മളങ്ങനല്ലേ പറയുന്നത്, ഇനി സ്ക്വയർ വൺ, ഒന്നിൽ നിന്ന് തുടങ്ങണം എന്നാണ്. അപ്പം മൂഡിയുടെ സുഹൃത്തിന് മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്കുള്ളതെല്ലാം നശിച്ച് കിടക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്നു നശിച്ചതിനേക്കാൾ അധികം ശേഷിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയ സമ്പന്നനായിരിക്കുമല്ലോ. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് വീടുള്ളതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എവിടേക്കാണ് വീടുള്ളത്? ഇത് മാത്രം സാധാരണ ആളുകൾക്ക് ഒരു സ്ഥലത്തൊക്കെ വീടുണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നും നശിച്ചിട്ടില്ല, ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിക്ഷേപങ്ങളും വീടുകളും ഒക്കെ ഒത്തിരി കാണും എന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങളൊരു സുവിശേഷ പ്രസംഗകനല്ലേ, നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂടി സുവിശേഷകനായതുകൊണ്ടും യഥാർത്ഥ വിശ്വാസി ആയതുകൊണ്ടും എപ്പോഴും എന്തുണ്ടായിരുന്നു? കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിലെപ്പോഴും ബൈബിൾ. അദ്ദേഹം ബൈബിൾ തുറന്നിട്ട് 21-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് വായിച്ച് കേൾപ്പിച്ചത്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 7 വായിച്ച് കേൾപ്പിച്ചു. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വാക്യം? ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ശ്രദ്ധിച്ചോ? ഞാൻ അവൻ്റെ മകനാണ്. മനസ്സിലായോ? എൻ്റെ വീട് നശിച്ചു പോയി കാണും, പക്ഷെ ഞാനിപ്പോൾ ആരുടെ മോനാ? ഞാൻ അവൻ്റെ മകനാണ്. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനും. അപ്പോൾ ഞാൻ പാപത്തെയൊക്കെ ജയിച്ച് മുന്നോട്ട് പോകുന്നവനായതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ സർവ്വസമ്പത്തിനും ഞാൻ അവകാശിയാണ്. അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് മൂടി ചോദിച്ച ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. മനസ്സിലായോ? നാം ദൈവത്തിൻ്റെ അതിനകത്ത് നമുക്കൊരു അഭിമാനമുണ്ടോ എന്ന്? അതിനകത്ത് നമുക്കൊരു അവകാശമുണ്ടോ, ഒരു അഭിമാനമുണ്ടോ? അതോ ഇതൊരു വല്ലാത്തൊരവസ്ഥയായി പോയി എന്നാണോ നാം ചിന്തിക്കുന്നത്? എന്താ വേദപുസ്തകം പറയുന്നത്? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും. റോമാലേഖനം 8:17. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് തൊട്ട് മോശമായ ഒരു അവസ്ഥയല്ല കേട്ടോ. കാരണം ദൈവത്തിൻ്റെ മക്കളുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. അവൻ ദൈവമായി അവരുടെ കൂടെ എപ്പോഴും പാർക്കുന്നു. അതുകൊണ്ട് സംതൃപ്തിയുണ്ട്. ആളുകൾ നോക്കുമ്പോൾ ഒന്നുമില്ലായിരിക്കും. ജയമുണ്ട്. എല്ലാറ്റിനെയും ജയിക്കാനായിട്ട് സാധിക്കും. വെള്ളമാകട്ടെ, തീയാകട്ടെ, പിശാചാകട്ടെ, ലോകമാകട്ടെ, എന്തു വന്നാലും അതിനെ ജയിക്കുവാനും ഞാൻ ദൈവ പൈതലാണ്. നമുക്ക് 8:17 വായിക്കാം. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. തുടർന്ന് വായിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പം കഷ്ടത വരികയില്ലെന്ന് പറഞ്ഞില്ല. ദൈവമക്കളാണെങ്കിലും കഷ്ടത വരും. നോട്ട് ഇമ്മ്യൂൺ ടു ഓൾ ദീസ് തിങ്സ്. ഇതൊന്നും എന്നെ ബാധിക്കുകയില്ലെന്നല്ല. പക്ഷേ നാം തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിച്ചാലത്രേ. കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും നടുവിൽ തളർന്നു പോകാതെ യേശു ലോകത്തെ ജയിച്ചതുപോലെ നമുക്കും ജയാളികളായി മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് യേശു യോഹന്നാൻ 16:33 പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കഷ്ടതയുണ്ട് കേട്ടോ. കഷ്ടതയില്ലെന്ന് ആരും വിചാരിക്കേണ്ട. കഷ്ടതയുണ്ട്. പക്ഷേ കഷ്ടതയുടെ നടുവിൽ ധൈര്യപ്പെടണം. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അവനെന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ മരിക്കുന്നത് വരെയും കർത്താവ് വരുന്നത് വരെയും അവനെന്നെ ചുമക്കും. അവൻ എൻ്റെ കൂടെ ഉണ്ട്. അവൻ്റെ സമ്പത്ത് എനിക്കുമുള്ളതാണ്. എൻ്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ യേശു മാത്രം. അവൻ എൻ്റെ സമ്പത്താണ്. അവനുള്ളതെല്ലാം എൻ്റേതാണ്. അതുകൊണ്ട് ഞാനൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ദൈവത്തിൻ്റെ ജനം, സംതൃപ്തിയുള്ള ജനം, ജയിക്കുന്ന ജനം. അവരാണ് നിത്യതയിൽ ഈ പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ, പുതിയ യെരുശലേമിൽ എത്തിച്ചേരുന്നത്. പക്ഷേ നമ്മളൊരു ബൈബിൾ സ്റ്റഡിയിലും കൂടിയാണ് 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 7-8 വാക്യങ്ങളിലാണ് നിൽക്കുന്നത്. 7-8 വാക്യങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് 7-ാം വാക്യം നോക്കുകയാണെങ്കിൽ 7-ാം വാക്യത്തിൽ ജയാളികളെയാണ് കാണുന്നത് അല്ലേ? ജയിക്കുന്നവരെ കുറിച്ച് ഒന്ന് വായിച്ച 7-ാം വാക്യം. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്നാൽ 8-ാം വാക്യത്തിൽ നാം പരാജിതരായ ഒരു വലിയ കൂട്ടത്തെയാണ് കാണുന്നത്. യു ഗോട്ട് ദ പോയിന്റ്? 7-ാം വാക്യത്തിൽ ജയിച്ച ഒരു വലിയ കൂട്ടത്തെ കാണുന്നു. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവർക്ക് കഷ്ടതയോ
പ്രയാസമോ പട്ടിണിയോ ഉപദ്രവമോ ഒക്കെ വന്നാൽ അവർ അസംതൃപ്തരാകുന്നില്ല, അവർ പരാജിതരാകുന്നില്ല. എന്നാൽ 8-ാം വാക്യം നമ്മോട് പറയുന്നത് പരാജിതരായ ഒരു വലിയ കൂട്ടത്തെക്കുറിച്ചാണ്. അവർ പരാജയപ്പെടാനുള്ള കാരണങ്ങളും 8-ാം വാക്യം വിവരിക്കുന്നുണ്ട്, ഇല്ലേ? എന്താണത്? പൊതുവിൽ പറയുകയാണെങ്കിൽ അവർ പാപത്തിന് കീഴ്പ്പെട്ടു എന്നുള്ളതാണ്, അല്ലേ? ദേ ഡിഡ് സിൻ, അവർ പാപത്തിന് കീഴ്പ്പെട്ടു, അവർ പാപത്തെ ജയിച്ചില്ല. ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ അവർ പാപത്തെ ജയിച്ചില്ല, പാപം അവരെ ജയിച്ചു. മനസ്സിലായോ? അവരുടെ മേൽ പാപം വാണു, അവർ പാപത്തിൻ്റെ മേൽ വാണില്ല. പാപം നമ്മുടെ മേൽ ഇനി വാഴാൻ പാടില്ല. ദീസ് പീപ്പിൾ വെയർ ഓവർകെയിം ബൈ സിൻ ആൻഡ് ദേ ഡിഡ് നോട്ട് ഓവർകം സിൻ. അവർ പാപത്തെ ജയിച്ചില്ല, അതുകൊണ്ട് പാപം അവരുടെ മേൽ കയറി വാണു. ലോകത്തിലുള്ളതിനെയൊക്കെ വാഴാനാണ് നമ്മൾ സൃഷ്ടിച്ചത്, പക്ഷേ അത് നമ്മുടെ തലയിൽ കയറി വാഴുന്നത് പോലെ സാഹചര്യങ്ങൾ നമ്മളെ വാഴുന്നു, അല്ലേ? അങ്ങനെ നമ്മൾ അസംതൃപ്തരായി തീരുന്നു എന്നുള്ളത് കൊണ്ട് ലോകത്തെയും ജഡത്തെയും ഒന്നും അവർ ജയിച്ചില്ല, അവർ പരാജിതരായിപ്പോയി. അപ്പോൾ 7-8 വാക്യങ്ങൾ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജയിച്ചവരുടെ ഒരു ഗ്രൂപ്പ് അന്നേരം തന്നെ ഈ പരാജിതരുടെ പട്ടിക എന്തിനാണ് പറഞ്ഞത്? എന്തിനാ പരാജിതരുടെ പട്ടിക പറഞ്ഞത്? ബൈബിളെ പഠിക്കുമ്പോൾ നമ്മൾ അതാ കാണേണ്ടത്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയാണ്. നിങ്ങൾ ജയിക്കുന്നവരാകണമെങ്കിൽ ഈ 8-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. അപ്പോൾ ആ പട്ടിക ഒന്ന് പരിശോധിക്കണം. 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. 8-ാം വാക്യത്തിലെ പട്ടികയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പരാജയപ്പെടുത്തുന്നത്, അല്ലേ? 7-ാം വാക്യത്തിൽ ജയിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അതൊരു ചെറിയ വാക്യമായിരുന്നു. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ചെറിയ വാക്യം, കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്നാൽ 8-ാം വാക്യം അല്പം വലുതാണ് ഈ 7-നോട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിനകത്ത് പരാജയപ്പെട്ട ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അവർ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ പട്ടിക പരിശോധിച്ചേ മതിയാകൂ. അതുകൊണ്ട് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. അപ്പോൾ ഈ പരാജയപ്പെടാനുള്ള കാരണം ഈ വാക്യത്തിലുണ്ടല്ലോ. ആ പരാജയപ്പെട്ട ആളുകൾ ഭീരുക്കളായിരുന്നു, അവിശ്വാസികളായിരുന്നു, അല്ലേ? അറയ്ക്കപ്പെട്ടവരായിരുന്നു, കൊലപാതകന്മാരായിരുന്നു, ദുർനടപ്പുകാരായിരുന്നു, ക്ഷുദ്രക്കാരായിരുന്നു, ബിംബാരാധികളായിരുന്നു, ഭോഷ്ക് പറയുന്നവർ ആയിരുന്നു. അപ്പോൾ ഈ പട്ടികയൊക്കെ ഒന്ന് ചെറുതായിട്ട് പരിശോധിച്ചില്ലെങ്കിൽ ശരിയാകുകയില്ല. ഞാനതുകൊണ്ട് അതിലുള്ള ചിലതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. ഒന്നാമത് തന്നെ എടുത്തു പറഞ്ഞത് എന്താ? ഭീരുക്കൾ. എന്താ ഈ ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ? ധൈര്യഹീനർ എന്നാണ് അർത്ഥം. സത്യം അറിയാമായിരുന്നിട്ടും, എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ ബൈബിൾ സർവേ ഇപ്പോൾ നമ്മൾ അവസാനിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ചിലരൊക്കെ നമ്മളെ വിളിച്ച് ഇത് ശരിയാണ്, പല സഭകളിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഇത് ശരിയാണെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് എന്തില്ല, ഒരു സ്റ്റെപ്പ് വെക്കാനുള്ള ധൈര്യം കിട്ടാറില്ല. ആം ഐ റൈറ്റ്? യെസ് അല്ലേ? ധൈര്യഹീനർ. സത്യം അറിയാം എങ്കിലും കർത്താവിനായിട്ട് ധീരമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പോയ ആളുകൾ. എന്തുകൊണ്ടാണ് ധീരമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ കഴിയാതിരിക്കുന്നത്? അവർ മതത്തെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ സഭയെ ഭയപ്പെടുന്നു, അവർ നിൽക്കുന്ന ഡിനോമിനേഷനെ ഭയപ്പെടുന്നു, അവർ സമൂഹത്തെ ഭയപ്പെടുന്നു, സാഹചര്യങ്ങളെ ഭയപ്പെടുന്നു. വാസ്തവത്തിൽ ആരെയാ ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഭയപ്പെടേണ്ടത്. അതാണല്ലോ നിത്യസുവിശേഷം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം. പക്ഷെ അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം മറ്റു പലതിനെയും ഭയപ്പെട്ട് നിൽക്കുന്നു. അതാണ് ഒന്നാമത്തെ പട്ടികയിൽപ്പെട്ട ആളെന്ന് ഓർക്കണം, ഭീരുക്കൾ, അല്ലേ? എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം മനസ്സിലാക്കിയ സത്യങ്ങൾക്ക് വേണ്ടി ധീരമായ നിലപാടെടുക്കണം. എന്ത് നഷ്ടം വന്നാലും, കഷ്ടം വരട്ടെ, നഷ്ടം വരട്ടെ, ശോധനകൾ വരട്ടെ, അതൊക്കെ വന്നല്ലോ. പീഡനത്തിലിരിക്കുന്നവർക്കായി പുസ്തകം എഴുതിയെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. അവർക്കൊക്കെ പലതും നഷ്ടപ്പെട്ടു, പക്ഷേ അവർക്ക് ധീരമായിട്ടുള്ളൊരു ദേ ഹാഡ് എ സ്റ്റാൻഡ്, അവർക്കൊരു നിലപാടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അനേകർക്ക് അങ്ങനെ ഒരു നിലപാടില്ല. അങ്ങനെ നിലപാടില്ലെങ്കിൽ പുറത്ത് തന്നെ, അല്ലേ? ഇങ്ങനെയുള്ളവർ എവിടെയാണെന്നാണ് പറഞ്ഞത്? ഏവനും പുറത്ത് തന്നെ, തീപ്പൊയ്കയിൽ തന്നെ. അവർക്ക് 2-ാമത്തെ മരണമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നാം മനസ്സിലാക്കുന്ന സത്യങ്ങൾ അനുസരിക്കുവാനുള്ളൊരു ധീരത, ഒരു കരുത്ത് നമുക്ക് വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങളിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും, അങ്ങനെയല്ലേ പറഞ്ഞത്? സ്വർഗസ്ഥനായ പിതാവ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇനിയത്തെ ശ്രദ്ധിക്കുക, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ
എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. 34 മുതലുള്ള വാക്യങ്ങളോട് വായിക്കുകയാണെങ്കിൽ, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും ഭേദിപ്പിക്കുവാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ഇവിടേക്കാ പ്രശ്നം കേട്ടോ. മനുഷ്യനെ കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ ആകും. അപ്പോൾ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. താഴോട്ട് നിങ്ങൾ വായിച്ചോണം. എനിക്ക് വായിച്ചോ. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ധൈര്യം കെടുത്തി കളയുന്നത് അപ്പനാകാം, അമ്മയാകാം, മകനാകാം, മകളാകാം, അല്ലേ? മക്കൾ അങ്ങനെ പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭീരുക്കളായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, ദൈവത്തോട് നമ്മൾ ഓരോരുത്തരും നമ്മളെടുത്ത തീരുമാനങ്ങൾക്ക് കണക്ക് പറയേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഓർക്കുന്നുണ്ടോ? ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ ചെന്ന് അവരവർ ചെയ്തതിൻ്റെ കണക്കാണ് അവരവരെ ബോധ്യപ്പെടുത്തുന്നത്. എൻ്റെ അപ്പൻ ഇങ്ങനെ എന്നെ പറ്റിച്ചു, എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ പറ്റിച്ചു, എൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റിയാണ്. അതുകൊണ്ട് അറിഞ്ഞ സത്യത്തിന് വേണ്ടി ധീരമായ ഒരു നിലപാട് എടുക്കുവാനായിട്ട് നാം തയ്യാറാകേണ്ടതാണ്. 2 കൊരിന്ത്യർ ലേഖനം 5:11 കണക്ട് ചെയ്യാനായിട്ട് കേട്ടോ. 10ഉം 11ഉം കൂടെ കണക്ട് ചെയ്ത് വായിക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 5:10 എല്ലാവർക്കും അറിയാം. നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നിൽക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ടൊന്ന് വായിച്ചാൽ 10ാം വാക്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് 11ാം വാക്യം വായിക്കാം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് അവനവൻ ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ ഒരു പാരഗ്രാഫ് തീരുന്നത് കൊണ്ട് മിക്കവാറും ആളുകൾ അവിടെ അങ്ങ് നിർത്തും കേട്ടോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അടുത്ത 11ാം വാക്യം വായിക്കാൻ പോകുന്നത്. എന്നാൽ ചേർത്ത് വായിച്ചാൽ 11ാം വാക്യത്തിൽ എന്താ പറയുക? ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന്. ഫിയർ ഗോഡ്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം. ഉണ്ടോ? കാരണം നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണെങ്കിൽ ആരെയാ ഭയപ്പെടേണ്ടത്? കർത്താവിനെ. സമൂഹത്തെ അല്ല, സഭയെ അല്ല, വ്യക്തികളെ അല്ല. ഇത് ചേർത്ത് വായിക്കേണ്ടതാണ്. ആകയാൽ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാരണത്താൽ എന്നല്ലേ? അങ്ങനെയാണോ? ആകയാൽ എവിടെ പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ പറഞ്ഞു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങൾക്ക്, ചെയ്ത കാര്യങ്ങൾക്ക്, പറഞ്ഞ വാക്കുകൾക്ക് നാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ആകയാൽ ദൈവത്തെ, കർത്താവിനെ ഭയപ്പെടുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. കർത്താവിനെ ഭയപ്പെട്ടാൽ കർത്താവിൽ ആശ്രയിക്കും. പക്ഷേ മിക്കവാറും ആളുകൾ കർത്താവിനെയൊക്കെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെയാണ് ഭയപ്പെടുന്നത്. അപ്പം ശലോമോൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സദൃശ്യവാക്യം 29ാം അധ്യായത്തിൻ്റെ 25ാം വാക്യത്തിൽ മനുഷ്യഭയം ഒരു കെണിയാണ്. അങ്ങനെയല്ലേ വായിക്കുന്നത്? അത് മാത്രമല്ല, നിങ്ങൾ അവൻ്റെ മക്കളാണ്, അവൻ്റെ ആത്മാവിനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് തന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സുബോധത്തിൻ്റെ, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്ക് ധീരമായിട്ട് കർത്താവിന് വേണ്ടി നിലപാടെടുക്കാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് മാക്സിമം, നമ്മൾ ഈ പേടിക്കുന്ന ആളുകൾക്ക് മാക്സിമം നമ്മുടെ ശരീരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെയോ ഒക്കെ വല്ലതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മാവിനെ ഒന്നും അവർക്ക് ചെയ്യാനൊക്കുകയല്ല എന്നുള്ളത് കൊണ്ട് എത്രയോ ആളുകളെ പീഡിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്ത് അവരാരും ഭയപ്പെട്ട് പിന്മാറിയില്ലല്ലോ. സ്തെഫാനോസിനെ മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവരൊക്കെ കർത്താവിന് വേണ്ടി ധീരമായ നിലപാടെടുത്തു. അതുകൊണ്ട് മനുഷ്യഭയം കെണിയാണ്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയ വാക്യം ഞാൻ, മാനുഷിക ഭയം ഒരു കെണിയാകുന്നു. 29ന്റെ സദൃശവാക്യം 29ന്റെ 25 മനുഷ്യഭയം കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കണമെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഒന്നുകൂടെ വായിച്ച വാക്യം. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഐ എം ടേക്കിംഗ് എ സ്റ്റെപ്പ്. ഞാൻ കർത്താവിന് വേണ്ടി ബൈബിൾ പഠിച്ച് നമ്മൾ തീരുക കേട്ടോ. ബൈബിൾ സർവേയിൽ പഠിച്ച് തീരുകയാണ്. അപ്പം എങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഗ്രഹിച്ചെങ്കിൽ ബി സ്ട്രോങ് ആൻഡ് ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ, അല്ലേ? ധീരമായിട്ട് കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കാനായിട്ട് നാം തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നില്ലെങ്കിൽ ഭീരുക്കൾ പുറത്ത് തന്നെ. അങ്ങനല്ലേ പറഞ്ഞത്? ഭീരുക്കൾ തീപ്പൊയ്കയിൽ തന്നെ, അവർ 2ാം മരണത്തിലാണ്. അപ്പം ഇതാണ് പട്ടികയിൽ ഒന്നാമത്തേത്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അവിശ്വാസികൾ എന്നാണ്. ഭീരുക്കൾ അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തവർ. ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ
ആദിമ ക്രിസ്ത്യാനികളൊക്കെ എങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്? വിശ്വാസികൾ എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ? 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസുകാരെന്നോ മർത്തോമക്കാരെന്നോ ഒന്നും അല്ല വിളിച്ചിരുന്നത്. ശിഷ്യന്മാരെന്നും വിശ്വാസികളെന്നും സഹോദരന്മാരെന്നും വിശുദ്ധന്മാരെന്നും ക്രിസ്ത്യാനികളും എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവനെ അനുഗമിക്കുവാൻ തീരുമാനിച്ച ആളെന്നാണ്. എന്നാൽ അതിലേക്ക് വരാതിരുന്ന ആളുകളെയാണ് അവിശ്വാസികൾ. നമ്മൾ അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ അവിശ്വാസികൾ വിധിക്കപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഭീരുക്കൾ, അവിശ്വാസികൾ, അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ മനസ്സിലാവും. മൂന്നാമത്തെ ഗ്രൂപ്പ് അറയ്ക്കപ്പെട്ടവർ, അബോമിനബിൾ. വായിച്ചാട്ടെ ഭീരുക്കൾ, ഒന്ന് ആ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. ആദ്യത്തെ 2-3 കേട്ടാൽ മതി. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ. ഇപ്പം നമ്മൾ അറയ്ക്കപ്പെട്ടവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അബോമിനബിൾ എന്താ? അറയ്ക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊള്യൂട്ടഡ്, മലിനപ്പെട്ടവർ, മാലിന്യപ്പെട്ടവർ എന്നാണ് അർത്ഥം. മാലിന്യപ്പെട്ടവർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർ മാലിന്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ മാലിന്യം. ബൈബിളിൽ പാപത്തിന് പല ചിത്രങ്ങളുണ്ട് കേട്ടോ. മാലിന്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അന്ധകാരം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബന്ധനമെന്ന് പറഞ്ഞിട്ടുണ്ട്, മരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, രോഗമെന്ന്, ഇതൊക്കെ പാപത്തിൻ്റെ ചിത്രങ്ങളാണ്. എന്നാൽ ഈ മാലിന്യപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഈ ദാവീദിൻ്റെ 51-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഇനിയത്തെ വാക്യം ശ്രദ്ധിക്കുക. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കേണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം, കഴുകണം. അപ്പോൾ പാപം എന്താണ്? മാലിന്യമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പാപം ഒരു നിലയിലൊക്കെ ഉപേക്ഷിച്ച് കാണും ചില ആളുകളൊക്കെ. എന്നാൽ ഒരു ലാഞ്ചനയും ഉണ്ടാകാൻ പാടില്ല. എന്നെ നന്നായി കഴുകി എൻ്റെ മാലിന്യം, എൻ്റെ പാപം, എൻ്റെ അകൃത്യം പോക്കണം. അബോമിനബിൾ. അതായത് ദൈവസന്നിധിയിൽ പാപത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിനത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് അറിയാമല്ലോ. പാപവും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് മനസ്സിലും ആത്മാവിലും ശരീരത്തിലും പാപമാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഇരിപ്പുണ്ടെങ്കിൽ അവർ പുറത്താണ്, അവർക്ക് വിശുദ്ധിയില്ല. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സിൻസ് ഓഫ് ആക്ഷൻ, സിൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജഡത്തിലെയും ആത്മാവിലെയും പ്രവൃത്തികളിലുമുണ്ട്, മനോഭാവങ്ങളിലുമുണ്ട്. അതെല്ലാം വെടിപ്പാകേണ്ടതാണ്. മാലിന്യം നമ്മുടെ മേൽ ബാധിക്കാൻ പാടില്ല. പൊള്യൂട്ടഡ്, പുറത്താണ്. അറയ്ക്കപ്പെട്ടവർ, അബോമിനബിൾ. നമുക്ക് മുമ്പോട്ട് പോകുകയാണെങ്കിൽ അടുത്ത ഒരു 4 നമുക്ക് പരിചയമുള്ളതാണ്. കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, അല്ലേ? പട്ടിക വായിക്കുകയാണെങ്കിൽ എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ആ 3 ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അല്പം പറഞ്ഞു. കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ. അത് അധികം വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും കേട്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് ഈ 4 അല്ലേ? ഈ 4 എളുപ്പം മനസ്സിലാക്കാം. എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. കാരണം ഇപ്പം ദൈവമക്കളായിട്ട് പ്രത്യേകിച്ച് ഇതെല്ലാം അറിയാമെന്ന് ഭാവിച്ച് മുമ്പിലിരിക്കുന്ന ആളുകൾ പറയുന്നത്, ഞാൻ ഏതായാലും കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഏതായാലും ദുർനടപ്പിന് പോയിട്ടില്ല, ഞാൻ ക്ഷുദ്രക്കാരനും ബിംബാരാധിയും അല്ല എന്ന് പറയുന്നെങ്കിൽ ഇനി പറയുന്ന വാക്യങ്ങൾ കേൾക്കണം കേട്ടോ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആരെയും കുത്തിക്കൊന്നിട്ടൊന്നും ഉണ്ടാവുകയല്ല. പക്ഷെ ഒന്ന് വായിച്ചാട്ടെ. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനിയത്തെ നോക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം, ഇതൊക്കെ ചെയ്തിട്ടില്ലേ? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ? നിസാര എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. നിന്നെ ഒന്നും എനിക്ക് ഒരു കാര്യമില്ല, എടുത്തോളാം എന്നൊക്കെ പറയണത്. ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ? അഗ്നി നരകത്തിന് യോഗ്യനാകും. കൊലപാതകം ഉണ്ട് കേട്ടോ.
നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്തോണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ എനിക്കിതൊന്നും ബാധകമല്ല എന്നൊക്കെ പറയുന്നതൊന്നും പൂർണ്ണമായിട്ട് ശരിയല്ല. ദുർനടപ്പിനെക്കുറിച്ച് പറഞ്ഞാലോ, അയ്യോ ഞാൻ ഇന്ന് വരെ ദുർനടപ്പിന് പോയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നെങ്കിൽ 5-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ ഇത് ഒരു ഹൈ സ്റ്റാൻഡേർഡാണ്. കർത്താവ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വളരെ ഉന്നതമായിട്ടുള്ള നിലവാരമാണ്. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞാലും ദൈവം ഒരിക്കലും നിലവാരം താഴ്ത്തുകയല്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മാറ്റിക്കാർക്ക് മറന്നുപോയെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരണം. ദൈവം നിലവാരം താഴ്ത്തുകയല്ല, നാം നിലവാരം ഉയർത്തണം. അതുകൊണ്ട് കൊലപാതക ചിന്തകൾ അല്ലെങ്കിൽ ദുർനടപ്പിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും അനുവദനീയമല്ല. നമുക്ക് പൗലോസിൻ്റെ നിർദ്ദേശങ്ങൾ നോക്കിയാൽ 1 കൊരിന്ത്യ ലേഖനം 6:18 നാം വായിക്കുന്നത് ദുർനടപ്പ് വിട്ടോടുവീൻ എന്നാണ്, അല്ലേ? തെറ്റായ ആഗ്രഹങ്ങളും തെറ്റായ മോഹങ്ങളും ലൈംഗിക ചിന്തകളും ഒക്കെ ഒഴിവാക്കി നാം കർത്താവിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. കണ്ടോ? അപ്പോൾ ഇത് എടുത്തു പറയുന്നുണ്ട്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇത് ഉള്ളത് കൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വായിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. കാമവിചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിനകത്തുണ്ട്. അതെല്ലാം ഒഴിവാക്കി നാം വിശുദ്ധിയെ തികയ്ക്കണം. ലൈംഗിക കാര്യങ്ങൾ ഇപ്പോൾ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പലരും വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് വെളിയിലും ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ദൈവം അത് അനുവദിക്കുന്നില്ല. ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞത്? വിവാഹത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് സെക്സ് ഔട്ട് ഓഫ് മാരേജ്, വിവാഹത്തിന് വെളിയിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, ഇതൊന്നും ദൈവം അനുവദിക്കുന്നില്ല. വചനം അതിനെതിരാണ്. കൃത്യമായ പഠിപ്പീരുകളുണ്ട്. മാത്രമല്ല സ്വവർഗരതി, സ്വവർഗ അനുരാഗം, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗികത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോമോസെക്ഷ്വാലിറ്റിയൊക്കെ പോലുള്ള കാര്യങ്ങൾ. ഇന്നതിനെല്ലാം ലൈസൻസ് ഗവൺമെൻറ്റുകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ ലൈസൻസ് ഇല്ല. കാരണം ഇത് ന്യായവിധിയുടെ കാര്യവും നിത്യ രക്ഷ പ്രാപിച്ച് നാം പുതിയ യെരുശലേമിൽ ചെല്ലുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെല്ലാം പുറത്താണ്. ഇതെല്ലാം നമ്മളെ തീപ്പൊയ്കയിലെത്തിക്കും എന്നല്ലേ പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലൈംഗിക അരാജകത്വത്തിൽ കൂടി ജീവിക്കുന്ന ആളുകൾ ഇതൊന്നും കുഴപ്പമില്ല എന്നാരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്, പിന്നെ കേരളത്തിൽ കൂടി ആയാലും എന്താ കുഴപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എവിടെ പോകാൻ തയ്യാറായിക്കണം? തീ കത്തുന്ന പൊയ്കയും. ഒന്ന് വായിച്ചേരെ. ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നവർക്ക് എവിടെ? ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പൊ അവിടെ പോകാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, പേടിപ്പിക്കുകയല്ല, ഉള്ള സത്യം പറയുക ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തികഞ്ഞ വിശുദ്ധി നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ആവശ്യമാണ് എന്ന് ഓർക്കുക. ഇനി ക്ഷുദ്രം, അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്ഷുദ്രക്കാർ ഉണ്ടായിരുന്നല്ലോ. ക്ഷുദ്രം, ആഭിചാരം, മന്ത്രവാദം, ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവജനത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. നാം പഴയ നിയമം പഠിച്ചു വന്നപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ബൈബിളിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ട് ചില വാക്യങ്ങളെങ്കിലും വായിച്ച് കേൾക്കേണ്ടത് ആവശ്യം. നമുക്ക് ചിലത് വായിക്കാം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ തുടങ്ങാം. അവിടെ മുതലാണ് ദൈവം ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകി തുടങ്ങിയത്. പുറപ്പാട് 20-ാം അധ്യായത്തിലാണല്ലോ കൽപ്പനയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പുറകെ വിശദാംശങ്ങളൊക്കെ കൊടുത്തപ്പോൾ 22:18 ക്ഷുദ്രക്കാരിയെ നീ ജീവനോടെ വെക്കരുത്. അപ്പോൾ ക്ഷുദ്രക്കാരി പാടില്ല. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, ലേവ്യ 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമുക്ക് വായിച്ചു തുടങ്ങാം. രക്തത്തോട് കൂടിയുള്ളത് തിന്നരുത്, ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്,
നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. 31 വാക്യം. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. പച്ചകുത്തലും ഉണ്ടായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചോണം. പച്ചകുത്തലൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. 28 വാക്യത്തിൽ പച്ച കുത്തരുത്. കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ വാക്യം കാണിച്ചു കൊടുത്തപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ടാറ്റു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, ടാറ്റുവിങ് ഇതൊന്നും അനുവദിച്ചിട്ടില്ല. ലേവ്യ പുസ്തകം 20 അധ്യായത്തിൻ്റെ 6 വാക്യം 27 വാക്യവും നമുക്ക് നോക്കാം. ലേവ്യ 6:20. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ എൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയും. എൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. അവിടെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവരില്ല. 27 വാക്യം 20 അധ്യായത്തിൻ്റെ വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. ഇതാണ് അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവത്തിന്റെ വ്യവസ്ഥ അതാണ്. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ആവർത്തന പുസ്തകം 18 അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളെങ്കിലുമൊക്കെ പരിചയിച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് ചെയ്യാനും പാടില്ല. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു ബന്ധവും നമുക്ക് അനുവദിച്ചിട്ടില്ല. തീപ്പൊയ്കയാണ് ഇങ്ങനെയുള്ളവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആവർത്തനം 18 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ കണ്ടു പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ദൈവം മുമ്പാകെ നീ എന്തായിരിക്കണം? നിഷ്കളങ്കനായിരിക്കണം. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഇത് ആളുകൾ ചെയ്യാത്തത് കാരണം പ്രവാചകന്മാർ മുഖാന്തരവും ഈ കാര്യം ദൈവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് 8 അധ്യായത്തിൻ്റെ 19, 20 വാക്യങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 8 അധ്യായം 19, 20. അവിടെ ദൈവം ചോദിക്കുന്നത്, വെളിച്ചപ്പാടന്മാരോട് ചിലക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിക്കുവിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ഭാവിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത്? ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, അല്ലാതെ ലക്ഷണം പറയുന്നവരോടല്ല. ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി ജീവനുള്ള ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. അത് ആണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. യെരമ്യാവ് 27 അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ അനന്തമാണ്. ഞാൻ കുറച്ച് വാക്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതുകൂടെ നമുക്ക് വായിക്കാം. 27 അധ്യായം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായം 9, 10 വാക്യങ്ങൾ. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത്. അവർക്ക് ചെവി കൊടുക്കരുത്. നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് നിന്നും അകറ്റിക്കളയുവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകാത്ത വണ്ണം അവർ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. അപ്പം കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാരെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾ ജാതികളുടെ മ്ലേച്ഛതകൾ പഠിക്കരുത്. ജാതികളുടെ മ്ലേച്ഛതകളിൽ പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. അഗ്നിപ്രവേശം ചെയ്യിക്കരുത്, മുഹൂർത്തം നോക്കരുത്, ആഭിചാരം ചെയ്യരുത്, ക്ഷുദ്രം ചെയ്യരുത്, മന്ത്രവാദം ചെയ്യരുത്, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവർ, അഞ്ജനക്കാരൻ, ഇങ്ങനെയുള്ളവർ ഒന്നും നിങ്ങളുടെ ഇടയിൽ കാണരുത് എന്ന് ദൈവം കൽപ്പന നൽകി. അഞ്ജനക്കാരൻ എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നവരെന്നാണ് അർത്ഥം. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നാം ഇടപെടാനായിട്ട് പാടില്ല. ഇതിൻ്റെ പുറകെ പോകുന്നവരൊക്കെ തീപ്പൊയ്കയിലാണ് അവസാനിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഈ പട്ടികയിൽ അടുത്തത് ബിംബാരാധികളാണ്. ദൈവം നൽകിയ ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നതാണല്ലോ ബിംബാരാധന, അല്ലേ? പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിച്ചാൽ, യഹോവയാകുന്ന ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. വായിക്കാം.
ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ബിംബാരാധികൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ കൊരിന്തുകാരോട് ലേഖനം എഴുതി പൗലോസ് അവരെ പഠിപ്പിച്ചപ്പോൾ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് കൊരിന്തുകാരോട് പറയുന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ, ദുർനടപ്പ് വിട്ടോടുവീൻ. ഈ വിട്ടോടുക എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നേരത്തെ നമ്മൾ ദുർനടപ്പ് വിട്ടോടുവീൻ എന്നുള്ളത് കണ്ടു. ഇവിടെ പറയുന്നത് വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്നാണ്. 10:14. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. അപ്പോൾ ഒരു തരത്തിലുള്ള വിഗ്രഹങ്ങളും ദൈവം തൻ്റെ ജനത്തിന് അനുവദിക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കണം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദൈവജനം എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും പറയുന്നുണ്ടായിരിക്കുമോ, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് വിഗ്രഹം ഇല്ല. പക്ഷേ നമ്മൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരിക്കാം. പല ആളുകളും പല ആശയങ്ങളും പല സഭകളും വിഗ്രഹങ്ങളായിട്ട് നമ്മുടെ അകത്തിരിക്കുകയാണ്. നമുക്ക് ദൈവം ഒരു വിഗ്രഹം ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അതെന്താണ്? നമ്മുടെ കർത്താവായ യേശുവാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. വേറെ ഒരു പ്രതിമയും വേണ്ടെന്ന് കൊലോസ് ലേഖനം 1:15 നാം അത് കാണുന്നുണ്ട്. യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണെന്ന് എബ്രായ ലേഖനം 1:3 നാം കാണുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ കൂടെയാണ് നാം നിത്യതയിലേക്ക് സഞ്ചരിക്കുന്നതെന്നുള്ളത് കൊണ്ട് ബിംബാരാധികൾക്ക് അവിടെ പ്രവേശനമില്ല. ബിംബാരാധികളും പുറത്ത് തന്നെ. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള മിക്കവാറും ആളുകളെയൊക്കെ നമ്മൾ പരാമർശിച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് ഭോഷ്ക് പറയുന്നവരാണ്, അല്ലേ? ഭോഷ്ക് പറയുന്നവർ എട്ടാമത്തെ 8 ഗ്രൂപ്പ് ആളുകളാണ്. 8ാമത്തേതാണ് ഭോഷ്ക് പറയുന്നവർ. ഭോഷ്ക് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ആരുടെ ആയുധമായിരുന്നു? പിശാചിൻ്റെ ആയുധമാണ്. യേശു ഓർമ്മിപ്പിച്ചത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിശാച് ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും. യോഹന്നാൻ 8:44. ഭോഷ്ക് പറയുമ്പോൾ അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയും, കാരണം അവനിൽ സത്യമില്ല. ഓക്കെ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഇനി നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്. യേശു സത്യമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച് ഏക സത്യ ദൈവം, പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മളെ രക്ഷിക്കുന്നത്. പിതാവാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അവരെല്ലാം സത്യത്തിൽ അധിഷ്ഠിതരായതുകൊണ്ട് ഭോഷ്കില്ലാത്ത ദൈവം എന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഭോഷ്ക് പറയുകയും അതിൽ പ്രിയപ്പെടുകയും ചെയ്യുന്നവർ പിശാചിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഭോഷ്കിൽ പ്രിയപ്പെട്ട് അത് സംസാരിക്കുന്നവർ പിശാചിൻ്റെ കൂടെ നിത്യ നരകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 8ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞ 8 കാര്യങ്ങൾ, ആ പട്ടികയിൽ പറഞ്ഞ 8 കാര്യങ്ങൾ, ഈ പാപങ്ങളെല്ലാം മൃഗത്തിൻ്റെ സ്വഭാവം, മൃഗം എന്ന് പറഞ്ഞാൽ കള്ളക്രിസ്തുവിൻ്റെ, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അല്ല, കള്ളക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. മൃഗത്തെ അനുഗമിക്കുന്നവരാണ് മേൽപ്പറഞ്ഞ പാപങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഒന്ന് നോക്കിയിട്ട് ഈ പഠനം അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-6 വാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ആളുകളെ ആകർഷിക്കാനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. 6-ാം വാക്യം വായിച്ചാട്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. 9-ാം വാക്യം. 18-9. അവളോട് കൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരുന്ന ഭൂരാജാക്കന്മാർ
അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും കൂടെ വായിക്കാം നമുക്ക്. 19-2 വേശ്യാവൃത്തി എന്ന് പറയുന്നത് വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. ഈ വാക്യങ്ങൾ എന്തിനാ വായിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പിശാചിന്റെ ഭോഷ്ക് വിശ്വസിച്ചിട്ടാണ് ആളുകൾ മഹദിയാം ബാബിലോണിനോടുള്ള ബന്ധത്തിൽ വേശ്യാവൃത്തി, മ്ലേച്ഛത, അശുദ്ധി, ആഡംബരം, ഭോഷ്ക് ഇതൊക്കെ ചെയ്യുകയും ദൈവജനത്തെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. മൃഗം അല്ലെങ്കിൽ മൃഗം എന്ന് പറയുമ്പോൾ എപ്പോഴും ആരാ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്? കള്ളക്രിസ്തു, എതിർ ക്രിസ്തു. അതുപോലെ തന്നെ അവനെ പ്രൊമോട്ട് ചെയ്ത കള്ളപ്രവാചകൻ സാത്താൻ. ഇവരുടെ പ്രേരണയാൽ അവർ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അവരോട് ചേരുകയും അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളൊക്കെ അവരുടെ കൂടെ എവിടെ പോകേണ്ടതായിട്ട് വരും? അഗ്നി നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിഞ്ഞിരിക്കണം. നമുക്ക് 8-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കലത്രേ. അത് 2-ാമത്തെ മരണം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നാം ഇതെല്ലാം ഒഴിവാക്കി എത്ര ഭക്തിയും വിശുദ്ധ ജീവനവും നയിക്കുന്നവർ ആയിരിക്കണം. വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? എല്ലാം നഷ്ടപ്പെടുത്തി കളയുകയാണെന്നൊക്കെ ചിലപ്പോൾ ലോകം കുറ്റം വിധിക്കും കേട്ടോ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിലായി എന്നൊക്കെ ലോകം കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് വെച്ചെങ്കിൽ മാത്രമേ നാം നാശത്തിൽ പതിക്കാതിരിക്കുകയുള്ളൂ. ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ ആത്യന്തികമായിട്ട് നമ്മൾ എവിടെ ചെന്നാണ് പതിക്കാൻ പോകുന്നത്? കണ്ടല്ലോ, തീപ്പൊയ്കയിലാണ്, 2-ാം മരണത്തിലാണ് നമുക്ക് ചെന്ന് അവസാനിക്കുവാൻ ഇടയാകുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകളെ എൻകറേജ് ചെയ്യുകയാണ്. അധൈര്യപ്പെടാതെ, അല്ലേ, അധൈര്യപ്പെടാതെ. നമ്മൾ ഭീരുക്കളായിട്ടിരിക്കാനല്ല പറഞ്ഞത്. ഇതിനകത്ത് ഒന്നാമത് ഭീരുക്കളും അവസാനം പോഷ്ക് പറയുന്നവരുമാണ്. അധൈര്യപ്പെടാതെ സത്യത്തിൻ്റെ കൂടെ ധീരമായ നിലപാടെടുത്ത് ക്രിസ്തുവിനെ പിന്തുടരാം. നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. അവൻ്റെ സ്വഭാവത്തിൽ വളർന്നു വരുന്നവരായിരിക്കണം. ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകണം. എല്ലാ ഭോഷ്കും എല്ലാ വ്യാജവും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്, എല്ലാ ചതിയും എല്ലാ ദുഷ്ടതയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണം. അങ്ങനെ ഒരു ജനത്തെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത്. കർത്താവ് നമ്മളെ അതുകൊണ്ട് ഈ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നാം അവൻ്റെ ജനമായിരിക്കണം, നാം സംതൃപ്തിയുള്ളവരായിരിക്കണം, നാം ജയാളികൾ ആയിരിക്കണം. നമ്മളെ പരാജയപ്പെടുത്തുവാൻ ഈ പറഞ്ഞതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിന്നാലെ മൃഗം അല്ലെങ്കിൽ കള്ളക്രിസ്തു വ്യാപരിപ്പിക്കും. കള്ളപ്രവാചകൻ അതിനെ പ്രൊമോട്ട് ചെയ്യും. പിശാച് അതിൻ്റെ ചുക്കാൻ പിടിക്കും. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ, അവനോട് എതിർത്ത് നിൽക്കണം. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നിട്ട് നമുക്ക് ഈ നഗരത്തിൽ എത്തിച്ചേർന്ന് യുഗായുഗം നമ്മുടെ കർത്താവിൻ്റെ കൂടെ വസിക്കുവാനുള്ള സൗഭാഗ്യമാണ് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. ആ സ്ഥലത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഈ പഠനം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ.